വചനസാരം വചനസാരം. മിശിഹായിൽ സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, വചനസാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിചിന്തനത്തിനായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ്. മോശയല്ല, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് വിശക്കുമ്പോൾ മരുഭൂമിയിൽ അവിടുന്ന് അപ്പവും കാടപ്പക്ഷിയും നൽകുന്നുണ്ട്. ഈ അപ്പത്തെ അവർ വിളിക്കുക മന്ന എന്നാണ്. മന്ന എന്ന വാക്കിനർത്ഥം ഇതെന്ത് എന്നാണ്. യാഥാർത്ഥ്യം അന്വേഷിക്കുന്നവരാണ് നാം ഓരോരുത്തരും. യഥാർത്ഥമായ സന്തോഷവും സ്നേഹവും എവിടെ നിന്ന് ലഭിക്കുമെന്ന് നമ്മളിങ്ങനെ അന്വേഷിക്കാറുണ്ട്. ക്രിസ്ത്യാനികളായ നമ്മളുടെ സന്തോഷത്തിനും ഐക്യത്തിനും ആവശ്യമായത് ദൈവവചനവും ദൈവസ്നേഹവുമാണ്. യാഥാർത്ഥ്യം തേടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥമായ അപ്പത്തെ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നവരാണ്. അത് മിശിഹായാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അവനെ കൂടുതലായിട്ട് സ്നേഹിക്കുവാനും അവൻ്റെ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുവാനും നമ്മൾ ആഗ്രഹിച്ച് മുന്നേറുക. സ്വർഗത്തിൽ നിന്നുള്ള അപ്പം ദൈവവചനവും ദിവ്യകാരുണ്യവുമാണ്. ഇതാണ് നമ്മുടെ യഥാർത്ഥ ഭക്ഷണം. ഈ ആഹാരത്തെ തേടുന്നവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടിട്ടുള്ളവർ. സത്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല. ഈ ജീവിതത്തിലെ നമുക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദിവ്യകാരുണ്യത്തെ മുറുകെ പിടിക്കുവാനായിട്ട്, ദിവ്യകാരുണ്യമാകുന്ന ഈശോയിൽ അഭയം തേടുവാനായിട്ട് നാം എത്രത്തോളം മനസ്സാകുന്നുവോ അവിടെയാണ് യഥാർത്ഥമായ ഭക്ഷണം നമുക്ക് ലഭിക്കുക. ഈ ജീവിത വചനത്തിനും ദൈവം നമ്മിൽ നിന്ന് ഒരിക്കലും അകന്നിരിക്കുന്നില്ല എന്നുള്ള ആ ബോധ്യവുമാണ് ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുക. വചനവും അപ്പവും ജീവിതകാലം മുഴുവൻ നമ്മെ പരിപോഷിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ അപ്പം അവൻ്റെ സ്വന്തം ജീവിതമാണ്. അവൻ തൻ്റെ ശരീരം നമുക്ക് യഥാർത്ഥ ഭക്ഷണമായി നൽകുന്നു എന്നതാണ് ഈ ദിവ്യകാരുണ്യത്തിലൂടെ നാം അനുഭവിച്ചറിയുന്ന വലിയ സത്യം. വിശ്വാസത്തിൽ നിന്നോ ദൈവത്തോടുമുള്ള അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ നിന്നോ നാം ചെയ്യുന്ന നമ്മുടെ കഴിവുകൾ കൊണ്ട് നാം മനസ്സിലാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കരങ്ങൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു ഉന്മേഷമുണ്ട്. അത് ഈ ദിവ്യകാരുണ്യ അനുഭവമാണ്. അവൻ്റെ കുരിശുമരണവും ഉത്ഥാനവും മനുഷ്യാവതാരവുമൊക്കെ ഈ ദിവ്യകാരുണ്യത്തിൽ അടങ്ങിയിരിക്കുന്നു. ഓരോ ദിവസവും ആ സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ടാണ് ദിവ്യകാരുണ്യം നമ്മെ ക്ഷണിക്കുക. യഥാർത്ഥമായ അപ്പം അത് ക്രിസ്തുവാണ് എന്ന തിരിച്ചറിവ് ഈ ദിവ്യകാരുണ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. യേശു നമുക്ക് ജീവന്റെ അപ്പമായി മാറുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ അനുദിന വ്യക്തിപരമായ പ്രാർത്ഥനകളിലും അവനെ നാം അനുഭവിച്ചറിയുന്നതിലൂടെയാണ്. നമുക്ക് ലഭിക്കുന്ന ഈ നിസ്സാര സമയങ്ങൾ ക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മെ യോഗ്യരാക്കുമാറാകട്ടെ. അതിനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.